രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ഉഷാറ് തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി രാവിലെ ഓടി നടന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ്യാമെന്ന്. അങ്ങനെതാ. പക്ഷെ എന്നാലും നമ്മൾ അത്ര നേരം നല്ല ആക്റ്റീവായിട്ട് ജോലിയൊക്കെ എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ ദിവസം നല്ല എന്താ പറയുക പ്രൊഡക്റ്റീവായി തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രയും ഞാനിപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര ആക്റ്റീവായിട്ട് ഓടി നടന്ന് ജോലി ചെയ്ത ദിവസം ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ സാധാരണ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് ഓടുകയാണല്ലോ പതിവ്. പക്ഷേ ഇന്ന് ഞാൻ കരുതി ആദ്യം ക്ലീൻ ചെയ്യാം. കുറച്ച് ദിവസമായി നല്ല ഡീപ്പായിട്ടൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ വീടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു. എൻ്റെ കണ്ണെത്തുന്ന വശത്തുള്ള എന്തെങ്കിലും മാറാമ്പലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ചിട്ടു. നമ്മുടെ ഹോളിൽ ആ വെള്ളപ്പാണ്ട് പോലെ കാണുന്നത് പുട്ടി അടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഹോളും ഒന്ന് രണ്ട് മുറിയും കിച്ചണും പെയിൻറ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തീർക്കാൻ പറ്റിയ ഭാഗ്യം. അപ്പോൾ ഇതാ മൊത്തത്തിൽ പണികളാണ്, ഒതുക്കലും ക്ലീനിങ്ങും അങ്ങനെ 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 ആയിട്ടൊക്കെ പോവാണ്. അപ്പോൾ ഞാൻ എന്താ വേഗം തന്നെ നമ്മുടെ ഉള്ള കുഞ്ഞു വീട് നല്ല ക്ലീൻ ആക്കി ഇടുകയാണ്. എനിക്ക് ക്ലീൻ ആക്കി ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ചില ആൾക്കാർ പറയും പ്രാന്താണ് എപ്പോൾ നോക്കിയാലും വൃത്തിയാക്കി ഇടുന്നത്. അങ്ങനെയല്ല, നമ്മൾ മക്കളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും വീട്ടിലുള്ളപ്പോഴത്തേനും അവരവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറി കുറേ അഴുക്കും ചവിട്ടി കൊണ്ടുവന്ന് ഭയങ്കര അലമ്പായിട്ട് ഇട്ടേക്കും. അതും പറഞ്ഞ് എപ്പോഴും വീട് ക്ലീനാക്കി തന്നെ വെച്ചിങ്ങനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് പറ്റണ സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് വീട് വൃത്തിയാക്കി ഇടുക. അതൊരു തെറാപ്പിയാണ്. ശരിക്കും നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് വീട് ആകെക്കൂടെ അലങ്കോലാണ്, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ സമയത്ത് നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ കുഞ്ഞു വീടാണെങ്കിലും നല്ല ക്ലീൻ ആക്കിയിടാം. അങ്ങനെ ഇടുന്നത് കൊണ്ടാണല്ലോ, അങ്ങനെ ഇടാനൊരു മോട്ടിവേഷൻ കിട്ടുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ വ്ളോഗ് കാണുന്നത് അല്ലേ? അപ്പോൾ ദാ അടുക്കളയിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ട് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എന്നാണ് അഡ്മിറ്റ് ആവുന്നത്. 5-ാം തീയതി എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് സ്കാനിങ് അന്നാണ്. ഇതിന് മുമ്പൊരു ദിവസം പറഞ്ഞു, പക്ഷെ അവർ പറഞ്ഞു അന്ന് ചെയ്യണ്ട, നമുക്ക് 5-ാം തീയതി ചെയ്യാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അഡ്മിറ്റ് ആവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. 5-ാം തീയതി പോയിട്ട് അഡ്മിറ്റ് ആയില്ലെങ്കിൽ ഞാൻ അന്ന് വൈകുന്നേരം പറയാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അതാത് സ്ഥാനത്തെടുത്ത് വെച്ചു. ഈ വ്ളോഗിൻ്റെ തലേ ദിവസം അന്നക്കുട്ടിയും ഞാനും കൂടി അടുക്കളയുടെ റാക്കും എല്ലാം ഒതുക്കിയായിരുന്നു. നമുക്കൊരു സന്തോഷമാണ്, കാരണം അതൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ആഹാ. റെസ്റ്റ് എടുക്കൂ ചേച്ചി എന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ കിടക്കാൻ തോന്നാറില്ല. ക്ഷീണമൊക്കെ ഉണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ പോയി കിടക്കും കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ ബാറ്ററിമേ പണിയെടുക്കുന്ന പോലെയൊന്നും അല്ല. ഞാൻ ഇടയ്ക്ക് കിടക്കും. പിന്നെ കിടക്കുന്നതൊക്കെ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്ന് ഓർത്തിട്ടാണ് എടുക്കാത്തത്. എന്നാൽ ഇച്ചിരി നേരമൊക്കെ ഞാനൊന്ന് ഫോണൊക്കെ ഇട്ട് പോയി റീലൊക്കെ കണ്ട് കുറച്ച് നേരം കിടക്കും. കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനൊക്കെ പോയി കിടക്കും. അപ്പം ഞാൻ എന്താ രാവിലെ തന്നെ നമ്മുടെ അടുത്ത് കുമാരി എന്ന് പറഞ്ഞിട്ട് ചേച്ചി വരും കേട്ടോ. ആ ചേച്ചിയുടെ അടുത്ത് ചെമ്മീൻ, ഞണ്ട്, കക്കയൊക്കെ ഉണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആ ചേച്ചി മീനും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, ഈ കണ്ട സാധനങ്ങളൊക്കെ ഇനി ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ചില ഫുഡൊക്കെ നമുക്ക് സിസേറിയൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അത് പഴുപ്പ് വരും, ഇൻഫെക്ഷൻ ആവും എന്നുള്ളതൊക്കെ കൊണ്ടിട്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഗണത്തിൽ പെട്ട ഭക്ഷണങ്ങളാണല്ലോ. അപ്പം ഞാൻ കരുതി എന്തായാലും കുറച്ച് മേടിച്ചൊന്ന് കഴിക്കാം. ഇനി ഇത് കഴിയുമ്പോൾ എനിക്ക് എന്തായാലും കഴിക്കാനൊക്കത്തില്ലല്ലോ എന്ന്. അപ്പം ഞാൻ എന്താ കക്ക മേടിച്ചു. പൊടി കക്കയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിൽ മണ്ണുണ്ടാവും, ഈർക്കിൽക്കോലുണ്ടാവും, അതേപോലെ തന്നെ കക്കയുടെ തോലുണ്ടാവും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഞാൻ കഴുകി ഉള്ളതൊക്കെ, അത് സമയം പിടിക്കും, മെനക്കെട്ട പണിയാണ്. ഭയങ്കര വൃത്തിയായിട്ട് നാറ്റമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഞാൻ എന്താ ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേവാൻ അല്ല, വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആരോ എന്നോട് പറഞ്ഞു വേവാൻ അല്ല ജിഫി, വേകാൻ. അപ്പം ശരി, വേകാൻ വേണ്ടി ഞാനിങ്ങനെ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കക്കയിലും ചെമ്മീനിലൊക്കെ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ കക്ക അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തേക്കല്ല കേട്ടോ. ഉച്ചക്കത്തേക്ക് ഇന്നലെ നമ്മൾ ബിരിയാണിക്ക് വെച്ച ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്, കുറച്ച് സാമ്പാറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മതി. ഇത് രാത്രിത്തേക്കാണ്. ഇന്ന് ഒന്ന് പുറത്ത് പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ അതാ മേടിച്ച ചെമ്മീനും ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതിന് ചെമ്മീൻ കിള്ളുക എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ചെമ്മീനൊക്കെ ഇത്തിരി വലിയ ചെമ്മീനായിരുന്നു.
നാരൻ ചെമ്മീൻ, കോലാൻ ചെമ്മീൻ എന്നൊക്കെ പേരുണ്ടല്ലോ. എൻ്റെ പേരെന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് ചെമ്മീൻ. അപ്പോൾ അതാ അങ്ങനെ കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കിള്ളാനും എളുപ്പമായിരുന്നു. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതിൽ കൊണ്ടുവന്നു. അപ്പോൾ നല്ല പച്ചയായിരുന്നു കേട്ടോ. നല്ല കരിപ്പച്ച ചെമ്മീനായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് എടുത്താൽ മതി മോളെ എന്നാ ചേച്ചി പറഞ്ഞപ്പോഴത്തേനും ഞാൻ അങ്ങനെ ചെയ്തേ. പിന്നെ ഞാൻ കരുതി മീനൊക്കെ കിള്ളി കഴിഞ്ഞ് ചെമ്മീനൊക്കെ കിള്ളി ക്ലീൻ ചെയ്ത് ഞാൻ പകുതി ആയപ്പോഴത്തേനും ഞാൻ വേഗം കുറച്ച് വെള്ളം വെച്ചു. സാമ്പാർ ചൂടാക്കി എടുത്തു കേട്ടോ. ദോശമാവ് അടിച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ ഞാൻ വേഗം ചൂടാക്കി മാറ്റി വെച്ചു. പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ചെമ്മീപ്പുളി ഉണ്ടോ എന്നാണ് ഈ എത്തി നോക്കുന്നത്. അപ്പോൾ ചെമ്മീപ്പുളി കുറച്ചുണ്ട്. അതുണ്ടെങ്കിൽ ഇച്ചിരി ചാറ് വെച്ചാൽ അങ്ങനെ ഇരിക്കുമല്ലോ, നമുക്കപ്പോൾ രാത്രിത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എന്താ കുളിക്കാൻ വേണ്ടി ചെമ്മീൻ കിള്ളിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തു പോയി ഇരുന്നൊന്നും കിള്ളിയില്ല കേട്ടോ. അവിടെ തന്നെ നിന്നാണ് ഞാൻ ചെയ്തത്. കാരണം ഇരുന്ന് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ കാലിലൊക്കെ നിറച്ച് നീര് വരും. നിന്നിട്ട് കുറേ നേരം നിൽക്കുമ്പോഴും നീര് വരും. പക്ഷെ ഞാൻ കസേരയിൽ ഇടയ്ക്കൊന്നും ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പുവിൻ്റെ പഴയ ജോക്കുട്ടൻ്റെ പഴയ സ്നാക്സ് ബോക്സാണത്. അപ്പോൾ ചെമ്മീൻ കഴുകിയിട്ട് ഞാൻ അതിൽ 2 തട്ടുണ്ട് ആ ബോക്സിൽ. അപ്പോൾ 2 ഭാഗമായിട്ട് ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ 2 തവണയായിട്ട് നമുക്ക് കറിക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഒരെണ്ണം ചാറിനും ഒരെണ്ണം നമ്മൾ ചെമ്മീൻ ഉലർത്തുക എന്ന് പറയും. ഞാനിട്ട് ഫ്രീസറിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ദോശ ആക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കരുതി ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അടുപ്പത്ത് കക്ക വെച്ച കാര്യം ഞാൻ മറന്നുപോയി. പക്ഷെ അടിക്ക് പിടിച്ചില്ല, പയ്യെ ഒന്ന് പിടിച്ചൊരു മണം അങ്ങനെ ചേച്ചിയേ എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേന് ഞാൻ വേഗം ഓഫ് ചെയ്തിട്ട് ഇളക്കിയില്ല. കാരണം ഇളക്കി അപ്പം തന്നെ അങ്ങ് ഇതായി പോകും. അപ്പം ഞാൻ വേഗം അത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ പിള്ളേരെ വിളിച്ച് എണ്ണയിപ്പിച്ചു കേട്ടോ. ഇനി എണ്ണയിപ്പിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ 2 പേരും കൂടി എണ്ണീറ്റൊക്കെ പയ്യെ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ എണ്ണീറ്റ് പിള്ളേരെ വിളിക്കുന്ന കേട്ടപ്പോഴത്തേനും പറഞ്ഞു തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എനിക്കുണ്ട് ചേട്ടനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇഞ്ചിച്ചായയാണ് രാവിലെ കുടിക്കണത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഞാൻ വെറും വയറ്റിൽ കുടിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇഞ്ചി ഇട്ടിട്ട് ചായ കുടിക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവില്ലെന്നോ. അതേ പിള്ളേരോട് കിടന്ന് അലയ്ക്കുമ്പോൾ നമുക്ക് ഒച്ചയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചി ഇട്ടു, കുറച്ച് പഞ്ചസാര ഇട്ടു, പിന്നെ ചായപ്പൊടി ഇട്ടു, ഒരു കുഞ്ഞ് ഏലക്ക ഇട്ടു. നന്നായിട്ട് നല്ല ഇഞ്ചി ചായ ആയിരുന്നു കേട്ടോ. നമ്മളൊരു ഏലക്കയും കൂടി ഇട്ട് കുടിക്കണം. അല്ലെങ്കിൽ ആ കുത്തൽ കൊണ്ട് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ അപ്പുറത്ത് കുളിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, മേല് കഴുകാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് കഞ്ഞിക്കും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഞ്ചി ചായ ആക്കിയെടുക്കുകയാണ്. ചേട്ടൻ ഇത് ആദ്യം വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് കുടിച്ചു തുടങ്ങി. ചേട്ടനും കൊടുത്തപ്പോഴത്തേനും ചേട്ടൻ കൊള്ളാമല്ലോ സാധനം, എന്നാൽ തായോ എന്നും പറഞ്ഞ് അങ്ങനെ ചേട്ടനും കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഒരു ഇഞ്ചി ചായയൊക്കെ എടുത്ത് അവിടെ നിന്ന് കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം അങ്ങനെ പയ്യെ 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 ആരംഭിക്കുകയാണ്. അപ്പം ഞാൻ വേഗം വന്നിട്ട് നമ്മൾ ദോശ ചൂടുകയാണ്. ദോശയുടെ തണുപ്പ് മാറിയിട്ടില്ല കേട്ടോ ദോശമാവിൻ്റെ. അതാണ് ഒരു സുഖമില്ലാത്ത രീതിയിൽ ആയിപ്പോയി ആദ്യത്തെ 1-2 ദോശയൊക്കെ. അപ്പോഴേക്കും ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ 2 പേർക്കും ദോശ കൊടുത്തു. അപ്പൂന് 2 ദോശ വെച്ച്, ഈ അപ്പൂന്ന് വിളിക്കുന്നത് ചോക്കൂട്ടിനെ തന്നെയാണ് കേട്ടോ. 2 ദോശ വെച്ചപ്പോൾ ഒരു ദോശ എടുത്ത് അവക്കടെ പാത്രത്തിലിട്ടപ്പോൾ അവൾ ആ ദോശയും കൊണ്ട് അവൻ്റെ പാത്രത്തിലിടാൻ ഓടിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എന്ത് പറയാനാണ്, ഇതാണ് മക്കൾ. എൻ്റെ ഈശോ എനിക്ക് മേലെ. അപ്പം ഞാൻ എന്തെങ്കിലും ഷോർട്സൊക്കെ ഇടുമ്പോഴത്തേനും അവളുടെ കയ്യിലാണ് ടാഗ് കൊടുക്കാൻ ഏൽപ്പിക്കുക. അവൾക്ക് അറിയാം ടാഗ് ചെയ്യാനായിട്ട്. അപ്പം നന്നായിട്ട് ചെയ്തു തരും എനിക്ക്. എന്തെങ്കിലും ഷോർട്സൊക്കെ പെൻഡിങ് എടുക്കണമെങ്കിൽ ഒന്ന് ചെയ്തു പൊന്നാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്തു തരും കേട്ടോ. അപ്പോൾ പിള്ളേർക്കും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു. ഞാൻ മഴ തോരും മുമ്പേ സീരിയൽ കാണാറുണ്ട്. അതാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ കാണാറുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സീരിയൽ. അപ്പോൾ ഞാൻ നമുക്ക് അരിയൊക്കെ മേടിച്ചിട്ട് വരണം ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള, അതുപോലെ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വട്ടയും ബക്കറ്റും ഒക്കെ രാവിലെ തന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലത്തെയാണ് കേട്ടോ. ഈ മതിലിൻ്റെ ഓരത്തിരിക്കണേ, ജനലിൻ്റെ ഓരത്തിരിക്കണത് ഇത് ഇന്നത്തെയാണ്. അപ്പോൾ ഇത് മടക്കി വെക്കണം. പക്ഷേ മടക്കി വെച്ചിട്ടില്ല. അതിന് മുന്നേ തന്നെ വേറെ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനുള്ളതാണ്. അപ്പോൾ ഈ നേരം ആയപ്പോഴത്തേനും എനിക്കൊരു ക്ഷീണമൊക്കെ തോന്നി കേട്ടോ. ഞാൻ കരുതി വേണ്ട, കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേനും അത് സെറ്റാവും. പിന്നെ നമ്മളിങ്ങനെ നടന്നങ്ങ് പണിയെടുക്കും. അപ്പോൾ നമുക്കൊരു ക്ഷീണം തോന്നും. കുറച്ച് നേരം ഇങ്ങനെ പിന്നെ ഇരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ വെറുതെ ഇരിക്കാറില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഇത് കുറച്ച് നേരം
ഗേറ്റിൻ്റെ മണ്ടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഈ സാധനം ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു ഓയിൽ ഡിസ്പെൻസർ മേടിച്ചിട്ടുണ്ട്. നിങ്ങളതിൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പം അതൊന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് അതൊന്ന് കഴുകിയ ശേഷമാണ് ഇതാക്കിയത്. അപ്പോഴേക്കും ഉച്ച ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. ഇവിടെ ആർക്കും ചോറ് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു ചപ്പാത്തി ഇരിക്കുന്നുണ്ട്, ചപ്പാത്തി ഇതാക്കി തരാം. അപ്പോൾ അങ്ങനെ ചപ്പാത്തി വേഗത്തിൽ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി കണ്ടിട്ടാണ് ചപ്പാത്തി എന്നുള്ളൊരിതിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ചപ്പാത്തി ഇത്തിരി ആക്കിയെടുക്കുകയാണ്. ഇവിടെ ചപ്പാത്തി ആകുമ്പോൾ കഴിച്ചോളും. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയട്ടെ, ചപ്പാത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിശക്കും. ഇതിപ്പോൾ 2 മണിക്കാണ് ചപ്പാത്തി കഴിക്കണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 2:30, 4 മണി 4 ആകുമ്പോൾ ചായക്കൊന്നുമില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് വയറ് നിറച്ച് ചോറ് വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു കട്ടൻ ചായയിലോ 2 ബിസ്ക്കറ്റിലോ അങ്ങ് ഒതുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വൈകുന്നേരം സ്നാക്സ് ഒന്നും വേറെ ഉണ്ടാക്കുന്നില്ല, കടയിലൊക്കെ പോകണം, അതുകൊണ്ട് ഒന്നും വീട്ടിലുണ്ടാക്കത്തില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോറ് വേണ്ടെങ്കിൽ ചപ്പാത്തി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയത്. കാരണം ഇവർ പറയണ പോലെ തന്നെ എല്ലാ നേരവും വെച്ച് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം അടുക്കളയിൽ തന്നെ അല്ല. ഞാൻ കുറച്ച് നേരം, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നേരം പോയി കിടക്കും, കുറച്ച് നേരം പണി അവിടെ ഇടും, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഉച്ചവരെയൊക്കെ കിടന്ന് കളയും. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കുറേ നേരം അങ്ങോട്ട് കിടന്ന് പിള്ളേരൊക്കെ വന്ന നേരം ആകുമ്പോഴേ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ. അതാണ് വ്ളോഗൊക്കെ ഇത്രയും ലാഗ് വരുന്നത്. ഇനിയിപ്പോൾ കിടക്കാൻ പറ്റില്ല, നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് ഓൾറെഡി എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്, ബാഗിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ പിന്നെ ഒന്ന് കാണിക്കുന്ന വ്ളോഗും കൂടി എടുക്കണ്ടേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് ചോറ് മതി, എനിക്ക് ചപ്പാത്തി വേണ്ടാന്ന്. ചേട്ടന് ചോറും സാമ്പാറും ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടി വിയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ 4 മണിയാകുമ്പോഴത്തേന് വിശപ്പിൻ്റെ വിളി വരുമെന്ന്. 4:45 നമ്മൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പം വിശക്കണം അമ്മ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കില്ല. അവിടെ റസ്ക് ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ അതെടുത്ത് കഴിച്ചോ. പിന്നെ ഏത്തപ്പഴം ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ അതെടുത്തോളൂ. ഒന്നും ഉണ്ടാകില്ല. ഇവർ പറയണ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ നേരമുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലല്ലല്ലോ അവിടെ, കടയിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പം അന്നമോള് വരുന്ന നേരം കൊണ്ട് നമ്മൾ ദൂരത്തേക്കൊന്നുമല്ല, നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള കടകളിലൊക്കെ തന്നെയാണ് പോണത്. അപ്പോൾ പപ്പയും മോനും കൂടി ചേച്ചിക്കുട്ടീനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കിയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് 1-2 സ്ഥലത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. അപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയത് ഈ ആയുർവേദ കടയിലാണ്. നമ്മൾ പ്രസവശേഷം ആവശ്യമുള്ള കുറേ കുളിക്കാനും അതേപോലെയുള്ള മരുന്നുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഏതിനെ ജബ്ല സെറ്റ് എന്നാണ് പറയുന്നത്, കുട്ടി ഉടുപ്പിനെ. അയ്യോട്ടാ, എനിക്കങ്ങോട്ട് പേടിയുണ്ടെങ്കിലും നമ്മളിങ്ങനെയൊക്കെ കാണുമ്പോൾ ഇല്ലേ ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ ഈശോയെ പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളെല്ലാവരും. എനിക്ക് സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എത്ര മേടിച്ചിട്ട് നമുക്ക് മതിയാവുന്നില്ല. ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ദൈവത്തിന് മുമ്പിൽ നന്ദി പറഞ്ഞ് ഓരോ സാധനങ്ങളും മേടിക്കണം. എൻ്റെ മക്കളും അതെ കേട്ടോ, അവർ കുടിക്കയിൽ പൈസയൊക്കെ കൂട്ടുന്നുണ്ട് കുഞ്ഞാവയ്ക്ക് കുട്ടി ഉടുപ്പ് പിടിക്കാൻ. എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ അറിയാത്ത പോലെ ഭാവിക്കും. അത് മേടിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ കുഞ്ഞ് ക്യാപ്പ്, കുഞ്ഞ് സോക്സ്, അങ്ങനെയുള്ള കുട്ടി പർച്ചേസായിട്ട് ഞാനും ചേട്ടനും ജോക്കുട്ടനും കൂടി. നമ്മളുടെ മുഖമൊക്കെ ഒന്ന് മാറി വന്നപ്പം എന്നെ കൂട്ടാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എല്ലാവരെയും കൂട്ടി പോയി വരുമ്പോഴത്തേനും നമുക്ക് നേരം പോടെ കണ്ണാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മേടിച്ചു. അതിന് വേറൊരു കടയിൽ കയറി. അത് കഴിഞ്ഞപ്പോൾ ഈ കടയിൽ വന്നു. നമുക്ക് കുറച്ച് സാധനങ്ങൾ വരെ, ബക്കറ്റ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പിലുള്ള ഒരു ഷോപ്പാണ്, പുതിയതാണിത്. അപ്പോൾ ആദ്യം ചേച്ചി മോള് കയറണ്ട, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു ഞാനവിടെ കയറിയിരിക്കാൻ ചേച്ചി, കാരണം കുറേ നേരമല്ലോ നിൽക്കണേ. അപ്പം ഞാൻ അകത്ത് കയറി. അപ്പോൾ എനിക്ക് കസേരയ്ക്ക് ഇട്ട് വന്നിട്ടോ പാവം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ, ജോക്കൂട്ടനാണെങ്കിൽ ഇപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കുറേ നേരം ചേട്ടന് സാധനങ്ങൾ ചൂസ് ചെയ്യാൻ കുറച്ച് സമയം വേണേ. പെണ്ണ് കാണാൻ വന്നപ്പോൾ അത്രയൊരു സമയവും പിടിച്ചില്ല. ചേട്ടൻ്റെ ഫസ്റ്റ് പെണ്ണ് കാണലായിരുന്നു. കണ്ടറിയപ്പോൾ എനിക്ക് ഇത് തന്നെ മതി എന്നും പറഞ്ഞു ഓക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ പറയും, കടയിൽ പോയി സാധനങ്ങൾ എടുക്കാൻ എത്ര നേരം വേണം, പെണ്ണ് കാണാൻ വേണ്ടി വന്നു ഓക്കെ പറയാൻ അതിൻ്റെ ഒരു 100-ലൊരു സമയം കൂടി വേണ്ടി വന്നില്ലല്ലോ ചേട്ടാ. അങ്ങനെ ചേട്ടൻ ചിരിക്കും. അതിനെന്താടി ഇപ്പം നമുക്ക് കുഴപ്പമെന്ന് ചോദിക്കും. ഞാൻ ചിരിച്ച് കളയും. അങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ്, ബക്കറ്റ്, കൊട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ പലതരത്തിൽ സാധനങ്ങൾ നമുക്കിനി കുറേശ്ശെ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ, കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ മേടിക്കണ്ടേ. അപ്പോൾ എല്ലാ പലചരക്ക് സാധനങ്ങളും അധികം ക്വാണ്ടിറ്റിയിൽ, അരിയടക്കം
നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ഇതെല്ലാം 2-3 പ്രാവശ്യമായിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ മോള് വന്നപ്പോഴത്തേനും അവൾക്ക് പള്ളിയിലിടണോ സ്കാർഫ് കുറവാണ്. അപ്പം നമ്മൾ ആ തുണിക്കടയിൽ കുഞ്ഞിനെ ഡ്രസ്സ് മേടിക്കാൻ കയറിയപ്പോൾ അവൾക്ക് 2-3 സ്കാർഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് കുഞ്ഞവിടെ കൊട്ടയും അതൊക്കെ തുറന്നു നോക്കാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അവൾക്ക്, ഭയങ്കര ഹാപ്പിയാണ് അവൾ. അപ്പോൾ ആ ജോക്കൂട്ടന് ഞങ്ങളിതാ ഒരു ബാറ്റും ബോളും മേടിച്ചു. അവനത് എങ്ങനെയെങ്കിലും നമ്മളൊന്ന് കളിച്ചാൽ മതി. അവൻ്റെ വിചാരം കുഞ്ഞാവ് വരുമ്പോൾ തന്നെ അവൻ്റെ ഓടി കളിക്കും എന്നാണ്. ഞാൻ പറഞ്ഞില്ല പൊന്ന, ഒരു വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ മുത്തിൻ്റെ കൂടെ ഓടി കളിക്കൂട്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കക്ക വേവിച്ച് വെച്ച് പോന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന് നമുക്കൊരു എന്താ പറയുക, വറുത്തങ്ങ് എടുക്കാം. അപ്പോൾ ഈ വേവിച്ച് വെച്ച കക്കയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിച്ചു. പിന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക് ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാളയും പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ട് ഇങ്ങനെ പട്ടപ്പട്ടാന്ന് പറഞ്ഞ് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ഇടും. അത് പൊട്ടണം കേട്ടോ, പൊട്ടിയാൽ കക്കയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാളങ്ങി പുളുങ്ങിയിരിക്കും. അപ്പം ഞാൻ എന്താ ഒരു പാട്ടൊക്കെ പാടി തേങ്ങ പൊട്ടിക്കുക. ചേട്ടനാണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ടാണ് ഈ സാധനങ്ങൾ ഇത്രയും മേടിച്ചേക്കുന്നതുകൊണ്ട് കൊണ്ടുതന്നെ. അപ്പോൾ ഈ പാകം നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വെള്ളം തുല്യമായിട്ട് ഭാഗിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് കൂടുതൽ കൊടുത്ത് ചേച്ചിക്ക് കൂടുതൽ കൊടുത്ത് എന്ന് പറഞ്ഞ് എനിക്ക് പരാതി തീർക്കാൻ നേരണം. പിന്നെ 2 പേരുടെയും പങ്കിൽ നിന്ന് എനിക്ക് ഓരോ സിപ്പ് തരും കേട്ടോ. അപ്പം അന്നമൊക്കെ തേങ്ങ കടിച്ചിരുന്ന പരിപാടിയുണ്ട്. അപ്പം ഞാനത് മേടിച്ച് വെച്ചു. പിന്നെ ഞാൻ തേങ്ങ കൊത്തിയെടുത്തപ്പോൾ ഒരു കഷ്ണം കൊടുത്തിട്ടോ. ഇനി എനിക്ക് വിഷമാണ് അങ്ങനെ എടുത്തിട്ട് പോയിട്ട് തിരിച്ച് മേടിക്കണതൊക്കെ സങ്കടമാണ്. അപ്പോൾ ജോക്കുട്ടൻ എന്താ കുറച്ച് തേങ്ങ ഇങ്ങനെ കൊത്തുമ്പോഴത്തേനും 2 പേരും മാരിക്കൊണ്ട് പോകും. ഞാൻ പറയും വയറുവേദന എടുക്കും പച്ചത്തേങ്ങ നിന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയും. വെറുതെ പറയുന്നതാണ്, വലിയ വെറും വയറ്റി കഴിച്ചാലേ വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ കക്കയിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടു. പൊട്ടി തുടങ്ങുന്ന സമയമായപ്പോഴത്തേനും ഞാൻ എന്താ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാല ഇട്ടിട്ട് അവിടെ കിടത്തി അങ്ങോട്ട് വരട്ടി വറുത്തങ്ങ് എടുക്കും. പിന്നെ ദാ നമ്മൾ ചെമ്മീൻ ഒരു പങ്കെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു ചാറ് വെക്കണം. അപ്പോൾ അത് ഐസ് വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും പിന്നെ തേങ്ങ അരച്ച കൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി വേപ്പിലയും കൂടിയിട്ട് അരച്ചതാണ്. അത് നന്നായിട്ടൊന്ന് ചൂടായി പയ്യെ വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ചെമ്മീൻപുളി ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴുകി നേരെ നടുവേ പിളർന്നിട്ടിട്ടുണ്ട്. മുഴുവത്തപ്പാട് ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പുളി കുറയും, ഒരു രസം ഉണ്ടാവില്ല കാണാൻ, മുറിച്ചിടണം. ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് മുഴുവത്തപ്പാട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയെ ഇത് മുറിക്കൂലേ? ഇല്ല മോനെ കുഞ്ഞിപ്പുളിയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ചിലപ്പോൾ കുഞ്ഞിപ്പുളി ആയതുകൊണ്ടായിരിക്കും മുറിക്കാഞ്ഞല്ലേ. എന്നിട്ട് എൻ്റെ പുറകെ ചെമ്മീൻ ഇട്ടു. എന്നിട്ട് ഞാൻ അത് നന്നായിട്ട് പൊട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് നേരം പോയി ഒന്ന് ചേട്ടനെ നോക്കിയിട്ട് കാണാനില്ല. പിള്ളേർ അവിടെ നിന്ന് കളറടിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവിടെ തന്നെ ഇരുന്നോ, ഇങ്ങോട്ട് ഇറങ്ങണ്ട. അപ്പോൾ ഒരു സെറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അരിയോ എന്തൊക്കെയാണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ എന്തൊക്കെയോ ചെയ്യട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എവിടെയെങ്കിലും പോയി അടങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞ് സ്കെച്ചും ക്രയോൺസും ഒക്കെ എടുത്ത് കൊടുത്ത് ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഇരിപ്പിരുന്നതില്ലേ ഇച്ചിരി നേരം ഒന്ന് കണ്ണടച്ച് ഉറങ്ങിപ്പോയടാ, ക്ഷീണം വന്നിട്ട്. നേരം കൊണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ചാറ് അങ്ങ് തിളച്ചങ്ങ് തൂകി അങ്ങ് പോയി. സ്റ്റൗവിൻ്റെ മീതെയൊക്കെ അങ്ങ് വീണു. നമ്മൾ ഇത്ര ഓട്ടം ഓടിയിട്ട് വന്നതല്ലേ. അപ്പം ഞാൻ ഇരുന്നപ്പോഴത്തേനും അങ്ങ് ക്ഷീണിച്ചു പോയി. പിന്നെ ഞാനൊരു കണക്കിനത് വേഗം താളിച്ചെടുത്ത്, ഒന്നുമില്ല, കടുക് പൊട്ടിക്കുക, ഉള്ളിയും മുളകും മൊരിയിച്ച്, വേപ്പല, ഉലുവ, പിന്നെ ഇച്ചിരി മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങ് താളിച്ചെടുത്തപ്പോഴത്തേനും വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ആ ഒരു കുറുക്ക് പോലെ അങ്ങായി വന്നില്ല. അപ്പോൾ എനിക്കൊരു സങ്കടം. ചേട്ടൻ പറഞ്ഞു സാരില്ല, അത്രയെങ്കിലും ഉണ്ടല്ലോ നേരത്തെ വെച്ചല്ലോ. ചേട്ടൻ മര്യാദ പറഞ്ഞാണ്ട് എൻ്റെ അടുത്ത് ഞാൻ മേടിക്കാമെന്ന് പുറത്തുനിന്ന്. ഞാനാ പറഞ്ഞാൽ വേണ്ടെന്ന്. അപ്പോൾ ദാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.